ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോറം ഒരുക്കി തന്ന PDMAക്കും അതുപോലെ തന്നെ മാർസിൽ യൂണിവേഴ്സിറ്റിയിലെ ഓർഗനൈസേഴ്സിനും എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ പേര് ആസ് എല്ലാവരും പറഞ്ഞ പോലെ ഡോക്ടർ കെലീത. ഞങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മാർസിലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് 1 or 2 sentences അബൌട്ട് ദ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റീന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പലപ്പോഴും നമ്മൾ അസുഖങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു, അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ റോൾ എന്ന് വിചാരിച്ചാൽ നമ്മൾ ആക്ച്വലി അസുഖം വരുന്നതിന് മുൻപ് ഇതിന് പ്രിവെന്റീവ് മെഡിസിൻ എന്നും കൂടി നമ്മൾ പറയും. അസുഖം വരുന്നതിന്റെ മുമ്പ് നമുക്ക് എങ്ങനെ ഇന്റർവീൻ ചെയ്യാം, എങ്ങനെ ഒരു ഹെൽത്ത് അവെയർ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു റോളിൽ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഹെൽത്ത് ടോക്സ് ആൻഡ് അവയർനെസ് സെഷൻസ് നമ്മൾ പല സ്കൂൾസും കോളേജസിലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിങ് ക്യാമ്പ്സ്, ഡിസീസസ് അറിയുന്നതിന് മുമ്പേ, അവരറിയുന്ന സിംറ്റംസ് വരുന്ന മുമ്പേ അത് ഡിറ്റക്ട് ചെയ്ത് ഏർലി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഒക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ റിസർച്ചിലും ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പുതിയൊരു ബ്രാഞ്ച് മാർസ്ലിവയിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ബിക്കോസ് പല ആൾക്കാർക്കും ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഐ സ്റ്റാർട്ട് ദ സെഷൻ ബൈ ദിസ്. ഇത് യൂഷ്വലി ഈ ടോപ്പിക് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് ഇറങ്ങി ചെന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനത്തെ ഒരു ഫോറം ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്തായാലും ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യാം. എനിക്ക് കറക്റ്റ്ലി 45 minutes എത്ര നേരം ക്യാൻ ഐ ടോക്ക്? 45 minutes. ഓക്കെ, ഷുർ. താങ്ക് യു. അപ്പോ അപ്പോ ഹെൽത്ത് നമ്മളിപ്പോ എവിടെ ചെന്നാലും wherever we go, there's one thing that is going to നമ്മുടെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഹെൽത്ത്. നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വേറെ ഏതൊരു സ്ഥലത്ത് ചെന്നാൽ പോലും നമ്മുടെ കൂടെ അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെൽത്ത്. അപ്പൊ ആ ഹെൽത്തിനെ അതിനെ ടേക്ക് കെയർ ചെയ്യാന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ കയറി വരുന്ന ഒരു അസുഖമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇന്നത്തെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതിന് ഒരു 5 ഏരിയാസ് ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ആദ്യം ഒരു റിയാലിറ്റി ചെക്കാണ്. നമ്മൾ ഈ അസുഖത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിഫറെന്റ് ഡിസീസസിനെ പറ്റി നമ്മളൊന്ന് റിയലൈസേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രേക്കിംഗ് ദ മിത്സ്. ഇതിനെപ്പറ്റി നമുക്ക് തെറ്റായ ധാരണകൾ കുറെ ഉണ്ടാവാം. അതിന്റെ ചില ആസ്പെക്ട്സ് എങ്കിലും നമ്മൾ കവർ ചെയ്യും. പിന്നെ ഇതിന്റെ പറ്റിയുള്ള റിസ്ക് ഫാക്ടേഴ്സും അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും, അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത് ഞാൻ സ്റ്റെപ്പ് വൈസ് ആയിരിക്കില്ല പോകുന്നത്. ഇതെല്ലാം ഒരുമിച്ച് കൊളൈഡ് ആയിട്ടായിരിക്കും ക്ലാസ്സിലോട്ട് നമ്മൾ കയറുമ്പോൾ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതൊരു ഹെൽത്ത് മാട്രിക്സ് ആണ്. എല്ലാവരും ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇത് വായിക്കുവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ പ്ലേസ് വേർ വി ഹാവ് ടു ഇന്റർഫിയർ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ശീലമുണ്ട്. അതുപോലെ തന്നെ പാതിരാത്രി കഴിഞ്ഞ് സ്ലെപ്റ്റ് പാസ്റ്റ് മിഡ് നൈറ്റ്, പാതിരാത്രി കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് ഒരു രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ മോർ ദാൻ 2 cups ഓഫ് കോഫി, അല്ലെങ്കിൽ ചായയോ കോഫിയോ മോർ ദാൻ 2 cups പെർ ഡേ. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ശീലം ഒരാഴ്ചയിൽ 3 ദിവസത്തിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ 3 പ്രാവശ്യത്തിനേക്കാളും കൂടുതലുണ്ട്. വെള്ളം 1 ലിറ്ററിനേക്കാളും കുറവ് കുടിക്കുന്നു. അല്ലെങ്കിൽ രാത്രിയിലെ നൈറ്റ് ഫോൺ സ്ക്രോളിങ്ങോ അങ്ങനത്തെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ലേറ്റ് നൈറ്റ് ഫോൺ സ്ക്രോളിങ്. ടെൻഷൻ വരുമ്പോൾ സ്നാക്സ്, ചോക്ലേറ്റ്സ്, ചിപ്സ് കഴിക്കുന്ന ഒരു ശീലം. അല്ലെങ്കിൽ ഹോൾ ഡേ നമ്മൾ പുറത്ത് പോവാതെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. ഈ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബേസിക്കലി അതിന്റെ പ്രോബ്ലം പലപ്പോഴും നമുക്കറിയാം വിറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി വരുന്നത്
വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാതിരിക്കണമെങ്കിൽ നമ്മൾ സൺലൈറ്റ് കൊള്ളണം. അപ്പോൾ സൺലൈറ്റ് നമുക്ക് കൊള്ളാതെ വീട്ടിൽ തന്നെ ഇരിക്കും. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം പല പല ആസ്പെക്ട്സിലുള്ള പ്രോബ്ലംസ് ആണ് ബോഡിയിൽ വരുന്നത്. അപ്പോൾ അതും ഒരു ജീവിതശൈലിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് സ്പെൻഡ് ദ ഹോൾ ഡേ ഇൻഡോഴ്സ്. അപ്പൊ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്ലാസ്, ഐ ഹോപ്പ് ദാറ്റ് മേക്സ് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് നമ്മളെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചർ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡാണ്. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഡോക്ടറെ Yes. സിസ്റ്റം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓഡിയോ ഇത്തിരി വീക്കാ. സൗണ്ട് കുറച്ചുകൂടെ കൂടിയാൽ നന്നായിരുന്നു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഫൈൻ 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 ഫൈനായി. ഇപ്പൊ ഞാൻ പറഞ്ഞതുവരെ ഉള്ളത് കേട്ടല്ലോ അല്ലേ എല്ലാവരും? ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ വന്ന് നെക്സ്റ്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് പലപ്പോഴും നമുക്ക് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണുന്നത് ആ മോളിൽ, ഇപ്പൊ ഈ പിക്ചറിന്റെ മോളിൽ ഇതൊരു ഐസ്ബർഗ് ആണ്. ഇതിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പൊ അത്രയും സിംറ്റംസോ ലക്ഷണങ്ങളോ നമുക്ക് പുറത്ത് കാണുന്നുള്ളൂ പലപ്പോഴും ഈ അസുഖങ്ങൾക്ക്. പക്ഷെ ആ അസുഖത്തിന്റെ കാരണമുള്ള നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള പല ഹെൽത്ത് പ്രോബ്ലംസ് അടിയിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഈ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ഒരു വലിയ ഹ്യൂമങ്കസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യാതെ നമ്മൾ സിംറ്റംസിന് മുകളിലുള്ളത് മാത്രം വെട്ടി മാറ്റാൻ നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ അതിനെ സക്സസ്ഫുള്ളി ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, ഹിഡൻ റിസ്ക്സ് ഉണ്ട്. ആ റിസ്ക് ഫാക്ടേഴ്സ് അഡ്രസ് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ നമുക്ക് കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇപ്പൊ നമ്മൾ 2-3 പ്രാവശ്യമായി പറയുന്നു. എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? കോമൺ ആയിട്ട് ഇപ്പൊ ഒരു സിമ്പിൾ ടേംസിൽ നമ്മൾ പറയുവാണെങ്കിൽ ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഒന്ന് ഹാർട്ട് ഡിസീസസ്. നമ്മളിപ്പോ ഹാർട്ട് അറ്റാക്സ് കേൾക്കുന്നു, അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് കേൾക്കുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു, അങ്ങനത്തെ പല കാര്യങ്ങൾ കേൾക്കാറുണ്ട്. സ്ട്രോക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ ഡയബറ്റിസ്, ഒബിസിറ്റി, അമിതവണ്ണം, മെറ്റബോളിക് സിൻഡ്രോം മാത്രം പലർക്കും എന്തായിരിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ക്രോണിക് ലങ് ഡിസീസ്, ആസ്മ, COPD എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. ബേസിക്കലി അത് നമ്മളുടെ ഇപ്പോൾ എയറിലുള്ള പൊല്യൂഷൻ കാരണം തന്നെ പല പ്രോബ്ലംസും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെക്കാളും ഈ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് റെസ്പിറേറ്ററി അല്ലെങ്കിൽ ലങ്സിലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടും, അതും നമ്മുടെ ഒരു ഹാബിറ്റ് കാരണം, ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കാരണം വരുന്നതാണ്. അപ്പോഴും ഈ ക്രോണിക് ലങ് ഡിസീസ് പോലത്തെ അസുഖങ്ങൾ വരും. പിന്നെ ചില ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കൂടിയും അത് അഗ്രവേറ്റ് ആയി വരുന്ന ക്യാൻസേഴ്സ് ആണ്. ഇതിന്റെ ഈ എല്ലാ സ്പെക്ട്രവും നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ അടിയിൽ വരുന്നതാ. അപ്പോൾ ഈ ഡിസീസസ് പലപ്പോഴും ഒന്ന് മാത്രമായിട്ടായിരിക്കില്ല, പലതിലും വരും. നമ്മൾ ഈ പ്രഷർ പറയുന്ന ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇതെല്ലാം ഈ ഹാർട്ട് ഡിസീസും സ്ട്രോക്കിന്റെ കൂടെ തന്നെ വരും. അതെല്ലാം കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയും. ബിക്കോസ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ഹാർട്ട് ഡിസീസസും സ്ട്രോക്കും വരുന്നത്. അപ്പൊ അതെല്ലാം ആ ഒരു ഏരിയയിൽ കവർ ആവുന്ന ഡിസീസസ്. അപ്പൊ ഞാൻ മുൻപ് പറഞ്ഞ പോലെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. നമ്മൾ യൂഷ്വലായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മെറ്റബോളിക് ഡിസീസ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ HDL കാണാറുണ്ട്. LDL കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ചെക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അതിനകത്തുള്ള പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഉള്ളതാണ് HDL എന്ന് പറഞ്ഞ ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്സ് ആണ്. അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. ആ ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് ബോഡിയിൽ കുറവാണെങ്കിലും മോശമാണ്. അതുകൊണ്ട് ഈ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL ആണുങ്ങളിലാണെങ്കിൽ <40, പെണ്ണുങ്ങളിലാണെങ്കിൽ <50 ആണെങ്കിലും അത് വന്ന് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി കാണാം. ട്രൈഗ്ലിസറൈഡ് 150 ആണ് അതിന്റെ കട്ട് ഓഫ്. അതിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിലും ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ
ഭാഗമായിട്ട് വരും. പലപ്പോഴും ഡോക്ടേഴ്സ് 150 മുകളിൽ പോയി കൊണ്ട് ട്രൈഗ്ലിസറൈഡ് ട്രീറ്റ് ചെയ്യാറില്ല. ഒരു 300 മുകളിലോട്ടൊക്കെ പോകുമ്പോഴാണ് ട്രീറ്റ് ചെയ്യാറ്. പക്ഷെ ലൈഫ് സ്റ്റൈലും കൊണ്ട് നമ്മൾ 150 താഴേക്ക് ടാർഗറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ചില സ്ഥലത്ത് ഫാസ്റ്റിംഗ് മോർ ദാൻ 100 അല്ലെങ്കിൽ 110 പറയുന്നവരുണ്ട്. നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിൽ 126 ആണ് നമ്മുടെ കട്ട് ഓഫ്. ഫാസ്റ്റ് ചെയ്യുമ്പോൾ 126 മുകളിലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ പാർട്ടിൽ പ്രീ ഡയബറ്റീസിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ഒരു 100ന്റെ മുകളിൽ വരുന്ന ആൾക്കാർ, വേസ്റ്റിന്റെ സർക്കംഫറൻസ് ഇതിനകത്ത് ഇപ്പോൾ 40-35 എന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇന്ത്യൻസിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇത് ഇഞ്ചസ് ആണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ ബൈ സെന്റിമീറ്റർ നമ്മളെ സൗത്ത് ഏഷ്യൻസിന്റെ ആണുങ്ങളിൽ 90 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ നമ്മുടെ വേസ്റ്റിന്റെ ചുറ്റളവ്, അല്ലെങ്കിൽ സ്ത്രീകളിൽ 80 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ ഉണ്ടെന്നാണെങ്കിൽ അത് വന്ന് ഈ മെറ്റബോളിക് സിൻഡ്രോമിൽ പെടും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, നോർമലി നമ്മൾ പ്രഷർ ഉണ്ടെന്ന് പറയുന്നത് 140-90 130-85 ഉണ്ടെങ്കിലും മെറ്റബോളിക് സിൻഡ്രോമിൽ പെടും. ഇതൊക്കെ ഈ അസുഖം നമ്മൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിന്റെ മുമ്പത്തെ സ്റ്റേജിലുള്ളതാണ് പല കാര്യങ്ങളും. ഈ കാണുന്നതിൽ 3 അതിനും കൂടുതലോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. മെറ്റബോളിക് സിൻഡ്രോം ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇത് നമ്മൾ അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകും. പലപ്പോഴും നമുക്ക് ഷുഗർ ഇല്ലാണ്ട് ജസ്റ്റ് മുൻപാന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ സ്റ്റേജിലും നമ്മൾ ആക്റ്റീവ്ലി നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു കോൺസെപ്റ്റും കൂടി ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത് NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമുള്ള മരണങ്ങൾ, മോർട്ടാലിറ്റി. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് പകരാത്ത അസുഖങ്ങൾ. പണ്ട് നമ്മുടെ പേരൻസ് ഒക്കെ ഉള്ള കാലത്ത്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉള്ള കാലത്ത് പലപ്പോഴും ഈ പകർച്ചവ്യാധികൾ, അതായത് ചിലർക്ക് ഓരോ മീസൽസ് അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് അങ്ങനത്തെ പല ഇൻഫെക്ഷൻസ് ആയിരുന്നു മരണകാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്നു, അങ്ങനെ കണ്ടുവരാം. പക്ഷെ ഇപ്പൊ പലപ്പോഴും ഈ നമ്മൾക്ക് ഇങ്ങനത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസേഴ്സ്, ഇതുകൊണ്ടൊക്കെയാണ് കൂടുതൽ മരണങ്ങളും. ടു ആൻ എക്സ്റ്റെന്റ് 66% ആൾക്കാരുടെ മരണങ്ങളും ഈ അസുഖങ്ങൾ കാരണം. വെച്ചാൽ 3 പേരുണ്ടെങ്കിൽ അതിൽ 2 പേർക്ക് ഇതാണ് കാരണം. ബാക്കിയുള്ള ഒരാള് വേറെ കുറെ മേ ബി ഇഞ്ചുറീസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ചില ഡെഫിഷ്യൻസീസ് കാരണമായിരിക്കാം, അങ്ങനെ വേറെയാണ്. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്നത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് കാരണമുള്ള മോർട്ടാലിറ്റിയാണ്. ഇതൊരു റിയാലിറ്റി ചെക്കിന് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ്. നമുക്കിപ്പോൾ അറിയാം, പലപ്പോഴും ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന, ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീണു, മരിച്ചുപോയി, അങ്ങനൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ഒരു മേ ബി ഒരു ഹെൽത്തിനെ പറ്റി ഒരു ചെക്കപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ, എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് മുമ്പേ അറിഞ്ഞ് അതിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാൻ ഇത് കുറച്ച് സെലിബ്രിറ്റീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണം മരിച്ച ആൾക്കാർ ഞാൻ ജസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെൻഷൻ ചെയ്തേ ഉള്ളൂ. കലാഭൻ നവാസാണ് ഏറ്റവും റീസെൻ്റ്ലി നമ്മൾ കണ്ടതാണ്. ഇത് ഒരു സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം ഞാൻ പറഞ്ഞത് സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ 2016 ഇറങ്ങിയ ഒരു റിസർച്ചാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇൻഡെപ്ത് വായിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് 2016 നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിലും നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ ബാക്കിയുള്ള സ്റ്റേറ്റ്സിനേക്കാളും കൂടുതലാണ്. അത് മേ ബി നമ്മളുടെ സോൾട്ടിന്റെ കൺസെപ്ഷനിങ്, ഈ പിക്കിൾസ്, മോണക്കമീനും അങ്ങനത്തെ നമ്മളുടെ ഒരു ഡയറ്റിന്റെ ഒരു ഭാഗമായിരിക്കാം, ജീൻസിന്റെ ഭാഗമായിരിക്കാം. അപ്പോൾ അങ്ങനെ കേരളത്തിൽ തന്നെ കൂടുതലാണ്. പക്ഷെ ഞാൻ ഈ വായിച്ച സ്റ്റഡിയിലൊക്കെ ഇത് ഗൾഫിൽ നടന്ന സ്റ്റഡിയാണ്, ഗൾഫിലത്തെ മൈഗ്രൻസിന്റെ ആയിരുന്നു. അപ്പൊ അവിടെ ഗൾഫ് മൈഗ്രൻസിൽ പെർട്ടിക്കുലർ സ്റ്റഡിയിൽ 57% പേർക്ക് ഹൈപ്പർ ടെൻഷനും, അതേസമയം കേരളത്തിൽ ഉണ്ടായിരുന്നവർക്ക് 31% ആയിരുന്നു ഹൈപ്പർ ടെൻഷൻ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു 2016 എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം മുമ്പത്തെ ഒരു സ്റ്റേറ്റസ് ആണ്. ആൻഡ് പ്ലസ് കുറെ പേര്
സിംഗിൾ ആയിട്ട് തന്നെ താമസിക്കുന്ന ആണുങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ആസ് എ ഫാമിലി ഉള്ളപ്പോൾ പലപ്പോഴും ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഹോം ഫുഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലൈഫിൽ ഈ ഹെൽത്ത് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതിനകത്ത് കൂടുതലും സിംഗിൾ ആയിട്ട് താമസിച്ചിരുന്ന ആണുങ്ങളായിരുന്നു. ഇതിന്റെ കൂടെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇപ്പോൾ ഉള്ളത് നമ്മൾ റിയാലിറ്റി ഒന്ന് ചെക്ക് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഭാഗമായിട്ട് തന്നെ. അതിലത്തെ ഒന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഓൺലി അഫക്ട് ഓൾഡർ പീപ്പിൾ. പലപ്പോഴും ആൾക്കാർ പറയണതാണ് പ്രായമാകുമ്പോഴേ ഇത് വരത്തുള്ളൂ, ഇപ്പൊ ഞാൻ ചെറുപ്പമല്ലേ, അപ്പൊ എനിക്ക് ഇങ്ങനത്തെ അസുഖങ്ങളെ പറ്റി ഇപ്പൊ ബോധറിയാറായില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ പലവർക്കും അറിയാം. അതുപോലെ തന്നെ ക്ഷീണിച്ച ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരില്ല, വണ്ണം ഉള്ളവർക്ക് മാത്രമേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുള്ളൂ. പക്ഷെ നമ്മൾ ക്ഷീണിച്ചുള്ള ആൾക്കാരിൽ നമ്മൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും വളരെ തെറ്റാണ്. പിന്നെ പലപ്പോഴും ഫിഷ് ഹെൽത്തിയാണ്, അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഫിഷ് നമ്മളൊരു കേരള സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഫ്രൈഡ് ആണ്. അപ്പോൾ എത്രത്തോളം എത്ര കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിയല്ല. പിന്നെ ഈ ഈ യങ്സ്റ്റേഴ്സിൽ കണ്ടുവരുന്നതാണ് കാലറി ബേൺ ചെയ്യാൻ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലോണം വേർത്ത് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്തില്ലെങ്കിലും വേർത്താലും നമ്മുടെ കാലറീസ് ബേൺ ആവും. ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് തെറ്റായ കോൺസെപ്റ്റ് ഉണ്ട്, AC ഇല്ലാതെ വേർത്ത് ചൂടത്ത് എക്സസൈസ് ചെയ്താൽ കൂടുതൽ കാലറീസ് ബേൺ ആവും. അങ്ങനെയല്ല, ഹീറ്റ് കാരണമുള്ള സ്വെറ്റ് കാരണമൊന്നും കാലറീസ് ബേൺ ആവുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഉറക്കമില്ലാതെ, ഇത് പലപ്പോഴും സ്റ്റുഡൻസിലും അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സിലും ഒക്കെ കാണുന്ന ഉറക്കമില്ലാതെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ മാനേജ് ചെയ്ത് പോയാലും നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ അതൊരു ഓവർ ടൈം നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാതെ ഇരുന്ന് നമ്മൾ കോഫിയും ടീയും കൊണ്ട് മാത്രം സർവൈവ് ചെയ്യാൻ നോക്കിയാലും ഇങ്ങനത്തെ ഓരോ അസുഖങ്ങൾക്ക് മേ ബി അതൊരു ചാൻസ് ഒരുക്കുമായിരിക്കും. പിന്നെ ഇത് ഭയങ്കര കോമൺ ആണ്. ഞാൻ ഡയബറ്റിസ് ആണ് എൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റിയും കൂടിയും. അപ്പം ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ഷുഗർ കഴിക്കാറില്ല, അതിന്റെ പകരം ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ ജാഗരീന്റെ വേറെ ഏതെങ്കിലും ഫോംസ് ആയിരിക്കാം, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഷുഗർ കൂടത്തില്ലല്ലോ, അപ്പൊ അത് ഇട്ടിട്ടേ ഞാൻ കാപ്പി കുടിക്കാറുള്ളൂ, ഞാൻ ഷുഗർ ഉപയോഗിക്കാറില്ല. അത് കറക്റ്റ് അല്ല. ബിക്കോസ് ജാഗരിയിലും നമുക്ക് ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുതലാണ്, ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. ബോഡിയിലത്തെ ഷുഗർ അതും കൂട്ടും. ആകെയുള്ള ബെനിഫിറ്റ് ജാഗരിക്കകത്ത് കുറച്ചും കൂടിയും അയോൺ കണ്ടന്റും ഫൈബർ കണ്ടന്റും പ്രോസസ്ഡ് ഷുഗറിനേക്കാളും കൂടുതലാണ്. പക്ഷെ ഷുഗർ കൂട്ടുന്ന കപ്പാസിറ്റി ജാഗരിക്കും ഉണ്ട്. പിന്നെ ഈ ജങ്ക് ഫുഡ് കഴിച്ചാൽ മാത്രമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരത്തുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഷുഗറിനും ഓയിൽ കണ്ടന്റിനും അതുപോലെ തന്നെ സോൾട്ടിനും ഹൈ കാർബോഹൈഡ്രേറ്റ് കുറേയുള്ള ഭക്ഷണത്തിനും ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കോസ് ചെയ്യും. വേറെ ഒരു നമുക്കുള്ളൊരു കോൺസെപ്റ്റ് ആണ് അസുഖങ്ങൾ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസും ഉണ്ട്, അപ്പൊ അതെനിക്കും വരും. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മേ നോട്ട് ബി ഇൻഹെറിറ്റഡ്, ബട്ട് ഇറ്റ് മേ ഓൾസോ ബി ഇൻവൈറ്റഡ്. അതിന്റെ റീസൺ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, മേ ബി നമുക്ക് ആ ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഗൺ. നമുക്കൊരു ഗണ്ണുണ്ട്, ആ ഗണ്ണിന് അകത്ത് നമ്മൾ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നതാണ് ഒരു ഒരു ഇത് സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കാനാണ്. ഒരു ജെനറ്റിക്സ് അത് ലോഡ് ചെയ്ത് വെക്കുന്നു ആ ഗൺ. പക്ഷെ അത് ട്രിഗർ ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരണമെങ്കിൽ ഒരു ട്രിഗർ ഫാക്ടർ വേണം. പലപ്പോഴും ആ ട്രിഗർ ഫാക്ടർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളുടെ ഗൺ ലോഡഡ് ആയിരിക്കും, പക്ഷെ അത് ട്രിഗർ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രിവെന്റ് ചെയ്താൽ തന്നെ നമുക്ക് അസുഖങ്ങൾ വരുന്നതിന്റെ ആ ട്രിഗർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കാനാണ് അടുത്ത സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിസ്ക് ഫാക്ടേഴ്സിൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബിഹേവിയർ റിസ്ക് ഫാക്ടർ ആണ്. നമ്മളുടെ ബിഹേവിയറിലുള്ള കാര്യങ്ങൾ
പിന്നെ ഉള്ളത് മെറ്റബോളിക് റിസ്ക് ഫാക്ടർ. അത് ഓൾറെഡി ചില കാര്യങ്ങൾ ഓൾറെഡി വന്നു, മെറ്റബോളിക്കലി വന്നു. അതുപോലെ തന്നെ എൻവയൺമെന്റ് കാരണമുള്ളത്. അപ്പോൾ ബിഹേവിയറൽ റിസ്ക് ഫാക്ടറിൽ നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ, അതായത് ടൊബാക്കോ, ആൽക്കഹോൾ, അൺഹെൽത്തി ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത്. അതുപോലെ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സിൽ ഹൈ ഗ്ലൂക്കോസ് ആയിട്ടുള്ള നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഹൈ ഗ്ലൂക്കോസ് ലെവൽസ്, ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്നു, കൊളസ്ട്രോൾ ലെവൽസ് ഹൈ ആയിട്ട് നിൽക്കുന്നു, ഓവർ വെയിറ്റ് ആൻഡ് ഒബസിറ്റി. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഹൈ ഗ്ലൂക്കോസ് ലെവൽസും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യാതെ അത് അങ്ങനെ തന്നെ നിർത്തുമ്പോഴാണ് നമുക്കൊരു അടുത്ത സെറ്റ് ലെവലിലേക്കുള്ള ഒരു അസുഖത്തിലേക്ക് അത് പലപ്പോഴും പോണത്. പിന്നെ ഞാൻ മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ എയർ പൊല്യൂഷൻ കാരണം കൊണ്ട് തന്നെ കുറേ അസുഖങ്ങൾ, ഈ എൻവയൺമെന്റ്, നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയൺമെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പല അസുഖങ്ങൾ മുകളിലുള്ളതാണ്. എന്നാൽ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡ് ആവാം, സ്ട്രെസ് ആവാം, ലാക്ക് ഓഫ് സ്ലീപ്പ് ആവാം, സ്മോക്കിംഗ്, ആൽക്കഹോൾ ആവാം, സോഷ്യലൈസിങ് ഇല്ലാതെ വരുന്ന കാരണം കൊണ്ട് വരുന്നത് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പലപ്പോഴും ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് തന്നെ ഈ ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യും. ഇൻആക്ടിവിറ്റിയും അൺഹെൽത്തി ഡയറ്റും ഒക്കെ കാരണമായിരിക്കാം. ഇത് ആക്ച്വലി ഒരു വേൾഡിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നു, കേരളത്തിലത്തെ ഒരു രീതി തന്നെയാണ് എന്നാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും അപ്ലൈ ആവുന്നത്. നമ്മൾക്ക് ഇത്രയും ശതമാനം ഇന്ന അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ രീതികളും കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അവിടുത്തെ രീതിയും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, നമ്മുടെ ജനറ്റിക്സ് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ നമ്മളുടെ കൾച്ചറൽ കാര്യങ്ങളും ഫുഡ് ഹാബിറ്റ്സും ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൂടി മിക്സ് ആവുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആൾക്കാരുടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രീഡിസ്പോസിഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇപ്പോൾ സ്മോക്കേഴ്സ്, ഇപ്പം ദ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ ഓവറോൾ വേൾഡ് ഇവർ പറയുന്നത് 6 പേരിൽ ഒരാൾ സ്മോക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി 4ൽ ഒരു അഡൽട്ടിന് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ആണുങ്ങളിൽ ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യൻസ് മേ ബി ബാക്കി വേൾഡ് പോപ്പുലേഷനേക്കാളും ചില വേൾഡ് പോപ്പുലേഷൻസിനേക്കാളും ചിലപ്പോൾ നമുക്ക് കൂടുതലായിരിക്കാം റിസ്ക് ഫാക്ടർ. അതുപോലെ തന്നെ 2ൽ 3 പേര് ഒബീസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ പണ്ട് ആൾക്കാരൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യൻസിന്റെ കോൺസെപ്റ്റ് എങ്കിൽ ഇപ്പൊ പലപ്പോഴും ഒബിസിറ്റി ഭയങ്കര കോമൺ ആണ്. ഇന്ത്യൻസിനും 7ൽ 10 പേരിൽ, ഞാൻ ഒബിസിറ്റി മാത്രമല്ല ഓവർ വെയിറ്റും പെടും, ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബിസിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ കണക്ക് നോക്കുവാണെങ്കിൽ 7ൽ 10 പേരുണ്ട്. ഹലോ ഡോക്ടറെ, ഒരു നിമിഷം. നമ്മുടെ വോളിയം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് താന്നു പോവാണ്. ഒത്തിരി പേര് മെസ്സേജ് വിടുന്നുണ്ട്, വോളിയം കുറയുന്നു, ഓഡിബിൾ ആകുന്നില്ല. ഇപ്പൊ കേക്കാവോ? എനിക്കൊന്ന് മൈക്ക് കുറച്ചുകൂടെ മൗത്തിനോട് ചേർത്ത് പിടിച്ചെങ്കിലേ കിട്ടുന്നുള്ളൂ തോന്നേ. ഇപ്പൊ കേക്കാവോ? ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ കേൾക്കാം, പക്ഷെ കുറഞ്ഞു പോകുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, കുറഞ്ഞാലൊന്ന് പറയൂ എന്നോട്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പം അടുത്തത് വന്നു 90% ആൾക്കാര് മാത്രമാണ് വെജിറ്റബിൾസ്. ഞാൻ പറയുന്നത് വെജിറ്റബിൾ കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്രയും വെജിറ്റബിൾസ്, അത് എത്രയാണ് ആവശ്യം എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. 90% ആൾക്കാർ അത് കഴിക്കുന്നില്ല എന്നാണ് സ്റ്റഡിയെങ്കിൽ നമ്മളുടെ ഇന്ത്യൻസ് 98% ആൾക്കാരും നമ്മുടെ ബോഡിക്ക് വേണ്ട അത്രയും വെജിറ്റബിൾസ് കഴിക്കുന്നില്ല എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതുപോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓൾ ഓവർ വേൾഡ് 1 in 4 ആണെങ്കിൽ നമുക്ക് ആക്ച്വലി സ്റ്റഡീസ് കുറവാണ് കാണിക്കുന്നത്, 1 in 10 ഉള്ളൂ. പല കാര്യങ്ങളും ഉണ്ടാവാം. നമ്മൾക്കൊരു സ്റ്റിഗ്മയുണ്ട്, നമ്മളുടെ കൾച്ചറലി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്റ്റിഗ്മയുണ്ട്. അതും ഒരു കാരണമായിരിക്കാം. ബാക്കിയുള്ള വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും കുറവുമായിരിക്കാം. നമ്മൾക്ക് ഫാമിലി സപ്പോർട്ടും ഒക്കെ കൂടുതലുള്ള ഒരു സൊസൈറ്റിയാണ്. പക്ഷെ ഇന്ത്യയിൽ എന്തായാലും 1 in 10 ആണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നത്.
എക്സസൈസ് ചെയ്യാത്തത് വേൾഡിൽ ഇപ്പൊ നമ്മൾ 1 in 8 ആണ് കാണുന്നതെങ്കിൽ ഇന്ത്യയിൽ ആക്ച്വലി 1 in 4 മെന്നും 1 in 2 വിമൻ എന്നുവെച്ചാൽ രണ്ട് സ്ത്രീകളിൽ ഒരാള് എക്സസൈസ് ചെയ്യുന്നില്ല. ആണുങ്ങളാണെങ്കിൽ 4 പേരിൽ ഒരാള്. എന്നാൽ വേൾഡിൽ നമ്മൾ നോക്കുമ്പോൾ 1 in 8 പേരാണ്. അപ്പൊ നമ്മളുടെ ഒരു ഹാബിറ്റ് അനുസരിച്ച് നമുക്ക് എക്സസൈസോ റെഗുലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ഭാഗമല്ലാതെ വരുന്നു. നെക്സ്റ്റ് ഉള്ളത് ആൽക്കഹോളിന്റെയും ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഒരു കണക്ക് എനിക്ക് ഇന്ത്യയുടെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനത്തെ സ്റ്റഡീസ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ്. നമ്മളുടെ രീതികളും ഡിഫറെൻ്റ് ആണ്, പല വേൾഡ് രീതികളും ഡിഫറെൻ്റ്. അപ്പൊ ഇതെല്ലാം കൂടി കൊളാബറേറ്റ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും പല അസുഖങ്ങൾക്കും നമുക്ക് റിസ്ക് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഡയറ്റ് ആണ്. ഇതാണ് WHO റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? ഇപ്പൊ എന്തെങ്കിലും ഓഡിയോ ഇഷ്യൂസ് ഉണ്ടോ? കുഴപ്പമില്ല. കേൾക്കാം. ഇച്ചിരി ഒച്ചയുടെ നല്ല, ഒരു അല്പം കൂടെ സൗണ്ട് ഉണ്ടേ നല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ Yeah. ബെറ്റർ ആണോ? അത് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കുറച്ച് അടുത്ത് നിൽക്കണേ. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതാണ് Now it's നല്ലത്. better, Doctor. better. ഇതാണ് ബെറ്റർ. കേൾക്കത്തില്ല. ഇതാണ് ബെറ്റർ. ഓക്കെ. അപ്പം ഇതാണ് നമ്മളുടെ WHO റിക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേറ്റ്, ഡയറ്റ് പ്ലേറ്റ്. അപ്പോൾ ഡയറ്റ് പ്ലേറ്റിനകത്ത് ഒരു ഹാഫ് പ്ലേറ്റോളം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ വെജിറ്റബിൾസ് ആണ് കൂടുതലുള്ളത്, ഫ്രൂട്ട്സ് 100 grams ആണ് മുകളിൽ. പിന്നെ ഉള്ളത് പൾസസ്, പ്രോട്ടീൻസ് ആണ്. പൾസസ്, എഗ്, ഫ്ലഷ് ഫുഡ്സ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നോൺ വെജ് വരുന്നത്. ഫിഷും ലീൻ മീറ്റ്, ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളും, അത് ആ മുകളിലത്തെ ഒരു ഭാഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, സീഡ്സ്, ഹെൽത്തി ഓയിൽസ്, അതാണ് അടുത്ത സെറ്റ് ആയിട്ട് വരുന്നത്. ആ ക്വാർട്ടർ പ്ലേറ്റിനേക്കാളും ജസ്റ്റ് കൂടുതൽ മാത്രമാണ് സീരിയൽസ് വരുന്നത്. സീരിയൽസിനകത്താണ് നമ്മൾ അരി വരുന്നത്. അതുപോലെ തന്നെ ചെറുധാന്യങ്ങളും ഒക്കെ ഇതിനകത്താണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഡയറ്റ് ഇങ്ങനെയല്ല. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് WHO ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്ലേറ്റ്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ മേ ബി നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ തോരൻ എന്താണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിന്റെ ക്വാണ്ടിറ്റി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൂട്ടുക. നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ തോരന്റെ ക്വാണ്ടിറ്റി കൂട്ടുക. ഭക്ഷണം എടുക്കുമ്പോൾ പതുക്കെ ഓവർ പീരീഡ് ഓഫ് ടൈം എത്ര ചോറ് എടുക്കുന്നു അത്രയും തന്നെ വെജിറ്റബിൾസ് നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ ഫസ്റ്റ് അത്രയുമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം. ചോറ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രയുമെങ്കിലും വെജിറ്റബിൾസ്. അപ്പം വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നത് എളുപ്പമല്ല. പലപ്പോഴും വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ അത് അരിയണം, അത് കട്ട് ചെയ്യണം, അതിന്റെ പ്രോസസ്സും ബുദ്ധിമുട്ടാണ്. ആ എഫേർട്ട് എടുക്കുന്നതാണ് ബെറ്റർ. പിന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കും എപ്പോഴും ബെറ്റർ ദാൻ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടഡോ അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് പ്രൊഡ്യൂസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതാണ് ഐഡിയലി നമുക്ക് റിക്കമെൻഡ് ചെയ്യുന്ന, WHO റിക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേറ്റ്. ഞാൻ ഈ പിക്ചർ ഇട്ടത് ഇതാണ് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഒരു പ്ലേറ്റ്. എനിക്ക് അവിടെ, നിങ്ങളിപ്പോ അവിടെ ആയതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷെ നമ്മളുടെ ഇവിടെ ഇപ്പോഴും കണ്ടുവരുന്നത് ഇത് തന്നെയാണ്. കൂടുതൽ പ്ലേറ്റ് നിറച്ചും ചോറ്, പച്ചക്കറി വളരെ കുറച്ച്, മീനോ പൊരിച്ചതോ എന്തെങ്കിലും ആയിരിക്കും കൂടെ ഉള്ളത്. പക്ഷെ നമ്മൾ ഇനി പതുക്കെ വെജിറ്റബിൾസ് കൂടുതലുള്ള ഒരു ഡയറ്റ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലുള്ള ഒരു ഡയറ്റ്, എസ്പെഷ്യലി നമ്മുടെ ലൈഫ് സ്റ്റൈലും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറവാകുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പണ്ട് ആൾക്കാർ തൂമ്പയെടുക്കുന്നു, പറമ്പിലിറങ്ങുന്നു, അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളപ്പോൾ അത്രയും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ചോറ് അത്രയും കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ രീതി, ലൈഫ് സ്റ്റൈൽ എല്ലാം മാറി. അപ്പൊ അത്രയും കാർബോഹൈഡ്രേറ്റ്സ് പണ്ടത്തെ അതേ രീതിയിൽ കഴിച്ചാൽ അത് നമുക്ക് പലപ്പോഴും അസുഖങ്ങളാണ്
എനർജി തരുന്നേക്കാളും കൂടുതൽ അസുഖങ്ങളാണ് നമുക്ക് തരുന്നത്. ഇത് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയിട്ടേക്കുന്ന പിക്ചറാണ്. വെജിറ്റബിൾസ് എത്ര, ഫ്രൂട്ട്സ് എത്ര, ക്വാർട്ടറിനേക്കാളും കുറച്ച് കൂടുതൽ ഗ്രെയിൻസ്, പിന്നെ പ്രോട്ടീൻ, അതിനകത്ത് തന്നെ ആക്ച്വലി ഫാറ്റ്സും ഓയിൽസും ഒക്കെ പെടും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത്. അല്ലാന്നാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരുത്താൻ പറ്റിയില്ലെങ്കിലും പതുക്കെ പതുക്കെ നമ്മളുടെ ഡയറ്റിന്റെ രീതി അതനുസരിച്ചിട്ട് മാറ്റാനായിട്ട് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ടർ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ? എത്ര വെള്ളമാണ് നമുക്ക് ഒരു പേഴ്സണ് ആവശ്യം? ഇതിന് പലരും പറയും 4 ലിറ്റർ, 3 ലിറ്റർ, പല കണക്കാണ് ഓരോരുത്തരും പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇത്രയും വെള്ളം കുടിക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷെ എത്ര വെള്ളം ശരിക്കും ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെ ബോഡിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവരും ജീവിക്കുന്നത് പല ഡിഫറെന്റ് ക്ലൈമറ്റ്സിലായിരിക്കും. അതുപോലെ നമ്മൾ ജീവിക്കുന്ന അതേ സ്ഥലത്ത് പലപ്പോഴും ചൂട് കാണും, തണുപ്പ് കാണും, മഴക്കാലം കാണും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട റിക്വയർമെന്റ് അതനുസരിച്ച് മാറും. അതുകൊണ്ട് ഞാനിപ്പോ പറയാണ് എല്ലാവരും 2 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം, അത് ഒരിക്കലും കറക്റ്റ് ആവുന്നില്ല. ബിക്കോസ് നമ്മുടെ റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ്. ചൂടുള്ള കാലത്ത്, ഒത്തിരി വേർക്കുന്ന കാലത്ത് കുറെ വെള്ളം ആവശ്യം വരും, അല്ലാത്തപ്പോൾ കുറവ് വരും. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, നമ്മുടെ ബോഡി ഡ്രൈ ആവരുത്, ലിപ്സ് ഡ്രൈ ആവരുത്, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം, സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. അതൊന്ന്. സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര വെള്ളം വേണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ യൂറിൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. യൂറിൻ കളർലെസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഹൈഡ്രേറ്റഡ് ആണ്. യൂറിനിൽ യെല്ലോ കളർ ഉണ്ടെന്നാണെങ്കിൽ വെള്ളം പോരാ, കൂടുതൽ വെള്ളം. അപ്പൊ എത്ര വെള്ളമാണ് ഹെൽത്തി എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും ജീവിക്കുന്ന സ്ഥലവും ഓരോരുത്തരുടെയും ബോഡി ടൈപ്പും ക്ലൈമറ്റും ഒക്കെ അനുസരിച്ചിട്ട്, ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യണതും എത്ര നേരം വെയിലത്ത് നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. യൂറിൻ പോകുമ്പോൾ അതിന് കളർ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ? യെസ് ഡോക്ടർ, ഇപ്പം കേൾക്കാം. യെസ് ഡോക്ടർ. ഇപ്പൊ ഓക്കെ. നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ് വെരി സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി റീച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡയറ്റിലുള്ളതാണ്. എത്ര ഉപ്പ് ഉപയോഗിക്കാം, എത്ര സോൾട്ട് ഉപയോഗിക്കാം, എത്ര ഷുഗർ ഉപയോഗിക്കാം. അപ്പം ഞാനൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണെങ്കിൽ യൂഷ്വലി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഓരോരുത്തരോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. അപ്പൊ ഞാൻ ടീസ്പൂൺ കണക്കിലാണ് പറയാൻ പോകുന്നത്. ടീസ്പൂൺ കണക്കിൽ പറയുമ്പോൾ ഷാൻജിയോന്റെ വീഡിയോസ് കാണുന്ന പലവരും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുള്ളി ഒരു കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇടുന്നതാണ് യൂട്യൂബില്. ആവശ്യത്തിന് ഫേമസ്. പുള്ളി പറയും ടീസ്പൂണും ടേബിൾ സ്പൂണും തെറ്റി പോവാതിരിക്കുക എന്ന് പറഞ്ഞൊരു കണക്ക് പറയും. അപ്പൊ എപ്പോഴും നോക്കണത് ടേബിൾ സ്പൂൺ അല്ല, ഞാനിപ്പോ പറയാൻ പോകുന്ന കണക്ക് ടീസ്പൂൺ ആണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ 3 ടീസ്പൂൺ ആണ്. ഇപ്പൊ ടീസ്പൂണിന്റെ കണക്ക് വെച്ച് ഷുഗർ എത്ര വേണമെന്ന് വെച്ചാൽ 4.5 ടീസ്പൂൺ ഓഫ് ഷുഗർ. അപ്പൊ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീയിൽ എത്ര ഷുഗർ ഉണ്ടെന്നായിരിക്കും നമ്മൾ യൂഷ്വലി കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു കോഫി, സാധാരണ ഒരു ചെറിയ കോഫിയിൽ 1 ടീസ്പൂൺ എങ്കിലും ഇടാതെ പറ്റില്ല പലപ്പോഴും. യൂഷ്വലി 1.5 ടീസ്പൂൺ ഇടും. ഇപ്പൊ 2 or 3 ചായയോ കാപ്പിയോ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഈ ഷുഗർ കൺസംഷൻ ഒരു ദിവസത്തെ റിക്വയർഡ് WHO റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് തീർന്നു. അതല്ലാതെ നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ ബിസ്ക്കറ്റോ സ്വീറ്റോ എന്തെങ്കിലും ഒരെണ്ണം എക്സ്ട്രാ കഴിച്ചാൽ അന്നത്തെ കട്ട് ഓഫിനേക്കാളും അത് എക്സീഡ് ചെയ്യാണ് ആക്ച്വലി. അതുപോലെ സോൾട്ട് എത്ര വേണമെന്ന് ചോദിച്ചാൽ 1.5 ടീസ്പൂൺ ഒരാൾക്ക്. അപ്പോൾ 1.5 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മേ ബി നമ്മൾ ഇതിനകത്ത് റെസ്ട്രിക്ട് ചെയ്യും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഡയറ്റിനകത്ത് വരുന്ന സോൾട്ട് ഉണ്ട്. പപ്പടം അല്ലെങ്കിൽ അച്ചാറ്, സോൾട്ടി ചിപ്സ് അങ്ങനത്തെ പല ഡയറ്റ് നമ്മൾ അല്ലാതെ കൺസ്യൂം ചെയ്യുന്ന ഡയറ്റിനകത്ത് പലപ്പോഴും ഹിഡൻ ആയിട്ട് സോൾട്ട് ഉണ്ട്. അപ്പൊ സോൾട്ട് എത്രത്തോളം വേണമെന്ന് വിചാരിച്ചാൽ 1.5 ആണ് ടീസ്പൂൺ ആണ് ഒരാൾക്ക് വേണ്ട സോൾട്ട്. ഇത് കുക്കിംഗ് ടേംസ് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ്. ഇനിയുള്ളൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ആണ്, എത്ര ഓയിൽ ഉപയോഗിക്കാം? അപ്പോൾ ഇത് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ട് പലവരും പല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്.
അപ്പം ഞാൻ സയന്റിഫിക്കലി സ്റ്റഡീസ് പറയുന്നതാണ് കോട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര ഓയിൽ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, അപ്പൊ ഞാൻ ഇത് ക്വസ്റ്റ്യൻ യൂഷ്വലി ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആൾക്കാർ എത്ര ലിറ്റർ എണ്ണ ഒരു മാസം നിങ്ങൾ മേടിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നത് 4 ലിറ്റർ 5 ലിറ്റർ പക്ഷെ പല ആൾക്കാർക്കും അറിയില്ല. ബിക്കോസ് നമ്മളുടെ ഒരു രീതി തീരുമ്പോ മേടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ എത്ര ലിറ്റർ എണ്ണ മേടിച്ചു എന്ന നമുക്ക് പലവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇനി ഫാമിലി ആയിട്ട് മേടിക്കുമ്പോൾ എത്ര ലിറ്റർ മേടിച്ചു, എത്ര ഉപയോഗിച്ചു എന്നൊരു കണക്ക് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ആൻസർ, ഒരു ആൾക്ക് 1/2 ലിറ്റർ ഓയിൽ, ഒരു മാസം ഒരാൾക്ക് 1/2 ലിറ്റർ. അപ്പോ ഒരു മാസം ഒരാൾക്ക് 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 പേര് ഒരു ഫാമിലിയിലുണ്ട്. അപ്പൊ എത്ര ലിറ്റർ ഓയിലായി? 2.5 ലിറ്റർ ഓയിലായി. അപ്പൊ ഒരു മാസം ഒരു ഫാമിലി, ആ 5 പേരുള്ള ഫാമിലിക്ക് 2.5 ലിറ്റർ ഓയിലാണ് എല്ലാം കൂടി, ഇൻക്ലൂഡിങ് ഇപ്പൊ നിങ്ങൾ 2 ടൈപ്പ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ബട്ടർ, ഘീ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ടുള്ള കണക്കാണ് ഇത്. പക്ഷെ പലപ്പോഴും നമ്മളിപ്പോ ഇത് ചെയ്ത് റെസ്ട്രിക്ട് ചെയ്താൽ പോലും നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക്, സമൂസ, എന്തെങ്കിലും ഒരു സ്നാക്കോ എന്തെങ്കിലും കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്, കുക്കീസ് കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഓയിൽ പലപ്പോഴും നമ്മൾ അൺഅക്കൗണ്ടഡ് ആയിട്ട് പോകുന്ന ഓയിലാണ്. അപ്പൊ ഇതിനേക്കാളും കുറവ് ഉപയോഗിച്ചാലേ ആ ഓയിലും കൂടിയിട്ടും ഇതിനകത്ത് ഈക്വലൈസ് ആവത്തുള്ളൂ. ഇപ്പം ഈ 1/2 ലിറ്റർ പെർ പേഴ്സൺ പെർ മന്ത് എന്ന് പറയുന്നത് ഓവറോൾ ഒരു മാസം നിങ്ങൾക്ക് മേടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 4 പേരുള്ള ആൾക്ക് 2 ലിറ്റർ ഓയിൽ മേടിച്ചു. പക്ഷെ ഒരു ദിവസം കുക്ക് ചെയ്യുന്ന ആൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ഓയിൽ കുക്ക് ചെയ്യാം? ഒരാൾക്ക് 3 to 4 ടീസ്പൂൺസ് ഒരാൾക്ക്. അപ്പോൾ 4 പേര് വീട്ടിലുണ്ടെന്നാണെങ്കിൽ 16 ടീസ്പൂൺ എണ്ണ വരെ ഒരു ദിവസം ഉപയോഗിക്കാം. അത് ആക്ച്വലി ഒത്തിരി അല്ല, വളരെ കുറവാണ്. നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ 1/4 ലിറ്റർ തീർന്നു പോകും. അപ്പോൾ ഇത് ആക്ച്വലി റെസ്ട്രിക്റ്റഡ് എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് റിക്കമെൻഡഡ് എമൗണ്ട്, ഇത്ര ഓയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി കൊളസ്ട്രോൾ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ആൾക്ക് 300 ml ആണ് ഒരു മാസം. 500 ml ആണല്ലോ ഒരാൾക്ക് ഒരു മാസം പറഞ്ഞത്. പക്ഷെ കൊളസ്ട്രോൾ ഉള്ള ആൾക്ക് ഒരു മാസം അതിനേക്കാളും കുറവാണ് റിക്കമെൻഡേഷൻ. 300 ആണ് റിക്കമെൻഡേഷൻ. ഇനി എന്ത് ഓയിൽ ഞാൻ ഉപയോഗിക്കും? ഞാൻ കോക്കനട്ട് ഓയിൽ ആണോ നല്ലത്, ഓലിവ് ഓയിൽ ആണോ നല്ലത്, ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ, നമ്മൾക്ക് ഓയിൽസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള ഏത് ഓയിൽ തന്നെയാണെങ്കിലും അത് ഒരു നാച്ചുറൽ പ്രോഡക്റ്റിലുള്ള ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഓലിവ് ഓയിൽ, മസ്റ്റേർഡ് ഓയിൽ, ഇങ്ങനത്തെ എല്ലാ ഓയിൽസും നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, അങ്ങനത്തെ ഓയിൽസ് ബെറ്റർ ആണ്. ഒരു ടൈപ്പ് ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും 2 or 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബിക്കോസ് ഒരു ഓയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് 2-3 ടൈപ്പ് ഓയിൽസ് മിക്സ് ചെയ്ത്. പക്ഷെ എപ്പോഴും ഏത് ഓയിൽ എന്നുള്ള കോൺസെപ്റ്റിനേക്കാളും കൂടുതൽ എത്ര ഓയിൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ടൈപ്പ് ഓഫ് ഓയിൽ യു യൂസ്. നിങ്ങൾ ഹെൽത്തി ഓയിലാന്ന് പറഞ്ഞ് ഓലിവ് ഓയിൽ മേടിച്ച് കുറേ ഉപയോഗിച്ചുകൊണ്ട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു കസ്റ്റം അനുസരിച്ച് കോക്കനട്ട് ഓയിൽ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു ക്വാണ്ടിറ്റീൻ്റെ ഉള്ളിൽ നിർത്തണം. ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന ഓയിൽസ് എന്താണെന്ന് വെച്ചാൽ വനസ്പതി, ഡാൽഡ, പണ്ട് ആൾക്കാർ, ഇപ്പോൾ അതിൻ്റെ യൂസ് കുറച്ചും കൂടി കുറവാണ്. പക്ഷെ ഇത് ഹൈഡ്രജനേറ്റഡ് ഓയിൽസ്, പാർഷ്യലി ഹൈഡ്രജൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റോറേജ് കൂടുതലാണ്. അപ്പോൾ ചീപ്പറാണ്, സ്റ്റോറേജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ നമ്മൾ പുറത്ത് കഴിക്കുന്ന പല ഫുഡിലും ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ പാം ഓയിലും ചീപ്പർ ആയതുകൊണ്ട് പാം ഓയിൽസും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ പാം ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വനസ്പതി ഡാൽഡയ്ക്കകത്ത് ട്രാൻസ് ഫാറ്റ് ഉണ്ട്. ട്രാൻസ് ഫാറ്റ് ഭയങ്കര മോശമാണ് നമ്മുടെ ബോഡിക്ക്. ഹൈഡ്രജനേറ്റഡ്, അത് ഹാർട്ട് ഡിസീസസ് കോസ് ചെയ്യാൻ ഭയങ്കര ഹൈ ചാൻസസ് ഉള്ള ഒരു ഓയിലാണ് ഹൈഡ്രജനേറ്റഡ് ഓയിൽ. പാം ഓയിൽ സാച്ചുറേറ്റഡ് ഓയിലാണ്. അത് അത്രയും ട്രാൻസ് ഫാറ്റ് ഓയിലിന് അത്രയും മോശം അല്ലെങ്കിലും സാച്ചുറേറ്റഡ് ഓയിലും നമ്മുടെ ഹാർട്ടിന് അത്രയും നല്ലതല്ല. അപ്പൊ ഇങ്ങനത്തെ ഓയിൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അറിയാം, റീയൂസ് ചെയ്യരുത്, ഓയിൽസ് റീയൂസ് ചെയ്യരുത്. പാക്ഡ് ഫുഡും പാക്കേജ്ഡ് സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഡയറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി.
ഫിസിക്കൽ ആക്ടിവിറ്റി എത്ര ഒരാള് ഒരു ദിവസം എത്ര എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി അത്യാവശ്യമാണ്? അപ്പം ഇതിന്റെ ആൻസർ ഫസ്റ്റ്, ഓക്കെ, അതിനു മുമ്പ് എന്തുകൊണ്ട്, വൈ ഷുഡ് ബി എക്സസൈസ്? സോ ബെനിഫിറ്റ്സ്, നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നു, സ്റ്റാമിന കിട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നു, ഹാർട്ട് ഡിസീസസോ BP-യോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഡിറ്റക്ട് ചെയ്തു, അതുകൊണ്ട് അത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് ഉള്ളതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്നു. അത് മാത്രമല്ല, എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൂഡ് ഇംപ്രൂവ് ആവും, മെമ്മറി കപ്പാസിറ്റി, കുട്ടികൾ കളിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മെമ്മറി കപ്പാസിറ്റി ഇംപ്രൂവ് ആവും, സ്ലീപ്പ് പാറ്റേൺ ബെറ്റർ ആവും, അതുപോലെ തന്നെ നമ്മളുടെ മസിൽസും എല്ലാം കുറേയും കൂടി സ്ട്രോങ്ങർ ആവും. ഇപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് മുട്ടുവേദന കാര്യങ്ങളും അങ്ങനത്തെ പല കൈകാല് വേദനയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന കാൽഷ്യത്തിന്റെ കുറവുണ്ട്, പ്രായമായതുകൊണ്ട്. അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് മസിൽസ് അവിടുത്തെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, മുട്ടുവേദനയും കൈകാല് വേദനയും ഒക്കെ ഉണ്ടാവാതിരിക്കാൻ മസിൽസ് സ്ട്രോങ് ആക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം. ഇതിനെല്ലാത്തിനും കൂടിയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഐഡിയലി ചെയ്യേണ്ടത്. അപ്പൊ എത്ര ഫിസിക്കൽ എത്ര നേരം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം? ഇതും WHO-ന്റെ റെക്കമെൻഡേഷൻ ആണ്. ഒരാൾ ചെയ്യേണ്ടത് ഒരാഴ്ചയിൽ 150 minutes ഓഫ് മോഡറേറ്റ് എക്സസൈസ് അല്ലെങ്കിൽ 75 minutes ഓഫ് വിഗറസ് എക്സസൈസ്. ഇപ്പൊ ഇതെന്താണ് മോഡറേറ്റ് എക്സസൈസ്, എന്താണ് വിഗറസ് എക്സസൈസ് എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ 150 minutes ഓഫ് മോഡറേറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ 150 minutes ഒരാഴ്ചയിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 5 ദിവസം, കുറച്ചും കൂടി പ്രാക്ടിക്കൽ ടേം ആണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. അത് ഓരോ ദിവസം എവറി ഡേ 30 minutes വെച്ച്. അപ്പൊ 30 minute എല്ലാ ദിവസം ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും മോഡറേറ്റ് ഇന്റൻസിറ്റി ഉള്ള എക്സസൈസും, നമ്മൾ ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള വിഗറസ് എക്സസൈസ് ആണെങ്കിൽ എല്ലാ ദിവസം 15 minute വെച്ച് ഒരാഴ്ചയിൽ 5 ദിവസം. എന്താണ് മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ്? പലപ്പോഴും ഡോക്ടേഴ്സ് പറയും നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന്, പക്ഷെ എന്ത് എക്സസൈസ്, എത്രത്തോളം, എന്ത് ടൈപ്പ് എന്നുള്ളതിനുള്ളൊരു ക്ലാരിറ്റി കിട്ടാനാണത്. അപ്പൊ മോഡറേറ്റ് എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വാട്ട് ഡസ് ഇറ്റ് ഇൻക്ലൂഡ്? അതിനകത്ത് പെടുന്നതാണ് ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, ലെവൽ ഗ്രൗണ്ടിൽ, ഡാൻസിങ്, ഗാർഡനിങ്, സ്വീപ്പിംഗ്, ക്ലീനിങ്, മോപ്പിംഗ്, സ്വിമ്മിങ്, അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള വെയ്റ്റ്സ് എടുക്കുന്നത്, ടെന്നീസ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ ഡബിൾസ് കളിക്കുന്നു. ഒരു സിംഗിൾ കളിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആണ്, ഒരറ്റം തൊട്ട് ഒരറ്റം തൊട്ട് ഡബിൾസ് ആയിട്ട് കളിക്കുന്നു. ഇങ്ങനത്തെ യൂഷ്വലി വാക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സൈക്ലിങ്ങോ ഡാൻസിങ്ങോ സ്വിമ്മിങ്ങോ, ഇതൊക്കെ മോഡറേറ്റ് എക്സസൈസ് ആണ്. മോഡറേറ്റ് എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം 30 minute വെച്ച് ഇതിനു വേണ്ടി ടൈം നിങ്ങൾ മാറ്റി വെക്കണം. ഇഷ്ടമുള്ളത്, നമുക്ക് എന്താണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ആ കാര്യം നമുക്ക് ചെയ്യാം. അപ്പം അതെങ്ങനെയാണ് അറിയുന്നത് മോഡറേറ്റ് ഇന്റൻസിറ്റി ആണെന്ന്? നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ആളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും, പാട്ട് പാടാൻ പറ്റില്ല. യു ക്യാൻ ടോക്ക് ബട്ട് പാട്ട് പാടുന്ന പറ്റില്ല. നിങ്ങളുടെ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് അങ്ങനെയായിരിക്കും. സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റുന്ന അത്രയും സ്ലോ ആയിരിക്കില്ല. നിങ്ങൾ നടക്കുമ്പോൾ പാട്ട് പാടാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ അത്രയും സ്പീഡ് പോരാ, കുറച്ചും കൂടി സ്പീഡായിട്ട് നടക്കണം. അപ്പൊ വാക്ക് ചെയ്ത് അടുത്തുള്ള ആളടുത്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആ ലെവൽ ഓഫ് വാക്കിംഗ് ആണ് മോഡറേറ്റ് ആയിട്ടുള്ള പറയുന്ന വാക്കിംഗ്. വിഗറസ് ആയിട്ടുള്ള ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്തുള്ള വേർഡ്സ് മാത്രമേ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നോർമലായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ബിക്കോസ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിന് വിഗറസ് ഇന്റൻസിറ്റി എന്ന് പറയും. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്ത് ഇന്റൻസിറ്റിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ജോഗ് ചെയ്യുക, റൺ ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് സൈക്ലിംഗ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് സ്വിമ്മിങ് ലാപ്സ് എടുക്കുകയാണ്, അങ്ങനത്തെ ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വന്ന് വിഗറസ് ഇന്റൻസിറ്റി. ഇനിയിപ്പോ നെക്സ്റ്റ് ഉള്ളത്, ഇപ്പൊ ഞാൻ ഫിസിക്കൽ എക്സസൈസ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പിക്ചർ എന്താണെന്ന് ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. ബേസിക്കലി ഇറ്റ്സ് യുവർ ചോയ്സ്. യു ഹാവ് എൻ എലിവേറ്റർ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്സ് ചൂസ് ചെയ്യാം. അതോടെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയി. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ബേസിക്കലി
നിങ്ങൾക്ക് എത്രത്തോളം സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം മിനിമം ഓഫ് 7 hours ഇമ്പോർട്ടൻ്റ് ആണ്. 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇതൊരു മൊബൈൽ ഫോൺ നമ്മൾ കുത്തി വെക്കുന്ന പോലെയാണ് ബേസിക്കലി. നമ്മളൊരു മൊബൈൽ ഫോൺ കുത്തി വെക്കുന്ന പോലെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ റീസൺ, നമ്മൾ ഒരു രാത്രി പ്രോപ്പറായിട്ട് മൊബൈൽ ഫോൺ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഫുള്ളി നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഉറക്കം. രാത്രി നമ്മൾ സെൽഫ് ചാർജിങ് ആണ് ഇത്. നമ്മളത് ചാർജ് ചെയ്തില്ല എന്നാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ സ്റ്റഡീസ് കാണിക്കുന്നത്, നാഷണൽ സർവേ അനുസരിച്ച് 43,000 ഇന്ത്യയിൽ ചെയ്ത സ്റ്റഡീസിൽ ഓൾമോസ്റ്റ് 60% ആൾക്കാർക്ക് 6 മണിക്കൂർ മാത്രമാണ് അല്ലെങ്കിൽ അതിന് താഴെയാണ് സ്ലീപ്പ് കിട്ടുന്നത്. എന്നാൽ ഒരു വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് 7 മണിക്കൂർ കിട്ടുന്നത്. 8 to 10 hours എന്ന് പറയുന്നത് അത്രയും പ്രാക്ടിക്കൽ അല്ല, 2% ആൾക്കാർക്കേ കിട്ടുന്നത്. ഞാൻ ഹാബിറ്റ്സിനെ പറ്റി കൂടുതൽ ഞാൻ ഇൻ ഡെപ്ത് പോകുന്നില്ല. ഈ ഒരു ക്ലാസ് മതിയാവില്ല, നമുക്ക് സമയം റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട്. നമ്മുടെ ലിവറിന് നമുക്ക് അതിന് തന്നെ കുറെ ജോലിയുണ്ട്. അതിന് തന്നെ ടോക്സിൻസ് പുറത്ത് കളയാനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ജോലിയുള്ള ഒരു ഓർഗനാണ് ലിവർ. അതിൻ്റെ കൂടെ ആൽക്കഹോളും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പലപ്പോഴും അതിൻ്റെ ജോലി ചെയ്യാൻ പറ്റാതെയാവും. അത് കാരണം കൊണ്ട് നമ്മുടെ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റാതെ ഹെൽത്ത് തന്നെ ഡൗൺ ആവും. അതുകൊണ്ട് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ആബ്സല്യൂട്ട്ലി നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പണ്ട് ഏതൊക്കെയോ സ്റ്റഡീസ് ഉണ്ടായിരുന്നു, ഹാർട്ട് ഇത്രയും ml ഓഫ് ആൽക്കഹോൾ ഹാർട്ടിന് നല്ലതാന്നൊക്കെ പറഞ്ഞ് പല ഡോക്ടേഴ്സും അത് കോട്ട് ചെയ്ത് തന്നെ ആൽക്കഹോൾ കുടിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പുതിയ വന്ന സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് ആൽക്കഹോൾ ആബ്സല്യൂട്ട്ലി നമ്മുടെ ബോഡിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, ഓൺലി ഹാം ചെയ്യുന്നത്. സോ യുവർ ബോഡി ഇസ് എ ടെമ്പിൾ, ഇറ്റ്സ് നോട്ട് എ ബോട്ടിൽ ഓർ എൻ ആഷ്ട്രേ ടു ആക്ച്വലി യൂസ് ദീസ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസ്. ഞാൻ അഡിക്ഷൻസിനെ പറ്റി പറയുമ്പോൾ ഐ ഷുഡ് ഓൾവേസ് ആഡ് എ വേർഡ് that we also have another pocket sized addiction. നമ്മുടെ പോക്കറ്റിൽ തന്നെ എപ്പോഴും ഒരു അഡിക്ഷൻ ഉണ്ട്, അത് ഫോൺസ് ആണ്. ഈ ഫോണ് കാരണം കൊണ്ട് തന്നെ പല പ്രോബ്ലംസ് നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി കാണിച്ചതാണ്. 51% ആൾക്കാരിലും ഇത് റിലേറ്റഡ് ആയിട്ട് ഹെഡ് ഏക്സ് ഉണ്ട്, ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഡെഫിസിറ്റ്സ് ഉണ്ട്, അക്കാഡമിക് പെർഫോമൻസസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത്, ആങ്സൈറ്റി ഇഷ്യൂസ്, കണ്ണിന് സ്ട്രെയിന്, ഉറക്കമില്ലായ്മ, ടയേർഡ്നെസ് ഉണ്ട്, ബോഡി പെയിൻസ്, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, കാതുവേദന, തൊണ്ടവേദന, ആക്സിഡൻസ് ഇത് കാരണം കൊണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഫോൺ ഇസ് ഓൾവേസ് ഗുഡ്, അഡിക്ഷൻ ഇസ് വാട്ട് വി ഹാവ് ടു അവോയ്ഡ്. സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് അഡിക്ഷൻസ് പ്രിവെന്റ് ചെയ്യാം? ഒന്ന്, സെറ്റ് എ സ്ക്രീൻ കർഫ്യൂ. നമ്മളൊരു ഫോണിൽ എസ്പെഷ്യലി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപും എഴുന്നേറ്റ് 1 മണിക്കൂറും ഫോൺ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് ആപ്പാണോ, വാട്സാപ്പ് ആണോ, യൂട്യൂബ് ആണോ, ഏതാണോ, അതിനകത്ത് ഒരു ടൈം ചെക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് തന്നെ കാണിക്കും ഇത്രയും മണിക്കൂർ നമ്മൾ ഈ ഫോൺ ഇത് ഉപയോഗിച്ചു. അപ്പൊ നമ്മൾക്ക് അവെയർ ആവാൻ പറ്റും. പിന്നെ വീട്ടിൽ ചില സ്ഥലങ്ങളിൽ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോൺസ് ഉപയോഗിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുക. ഇത് കുട്ടികൾക്കാണ് സ്റ്റഡി ഡെസ്ക്, ക്ലാസ് റൂം. പക്ഷെ വീട്ടിലാണെങ്കിൽ ഡൈനിങ് ടേബിൾസ് ആണ്. ചില ഏരിയാസിൽ മേക്ക് ഷുവർ യു ഡോണ്ട് യൂസ് ഇറ്റ്. അതുപോലെ തന്നെ ട്രൈ ടു ഈ ഫോണിൽ ഉപയോഗിക്കുന്ന സമയത്തിന് വേറെ രീതിയിൽ ബെറ്റർ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ രീതിയിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ സ്കിൽസിനെ ഡൈവേർട്ട് ചെയ്യാം. അടുത്തൊരു പോയിന്റ് ആണ് സ്ട്രെസ്. സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ആർക്കും തന്നെ ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റില്ല. അപ്പോൾ സ്ട്രെസ് ഇസ് അൺഅവോയ്ഡബിൾ, ബട്ട് സഫറിങ് ബിക്കോസ് ഓഫ് സ്ട്രെസ് ഇസ് എൻ ഓപ്ഷൻ. അപ്പോൾ ഡോക്ടേഴ്സ് പറയും അസുഖമുണ്ടോ, സ്ട്രെസ് ഉണ്ടോ എന്ന്, സ്ട്രെസ് അവോയ്ഡ് ചെയ്യണം. പക്ഷെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, സ്ട്രെസ് അവിടെ ഉണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ആ സ്ട്രെസ്സിനെ സഫർ ചെയ്യാതിരിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സ്ട്രെസ് ബാഡ് ആണോ ഗുഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് സ്ട്രെസ് ആക്ച്വലി ഷോർട്ട് ടേം സ്ട്രെസ് ഇസ് ആക്ച്വലി ഗുഡ്. നമ്മൾ ഇപ്പോൾ പല കുട്ടികളിൽ കാണാറുണ്ടല്ലോ, എക്സാമിന്റെ തലേന്ന് പടപടാന്നെല്ലാം പഠിച്ചത് എല്ലാവർക്കും കയറും. ബിക്കോസ് നമ്മളുടെ ആ സമയത്തുള്ള ഫോക്കസ്, എനർജി, ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി പലപ്പോഴും കൂടുതലാണ്. ഇൻ എ വേ ഷോർട്ട് എമൗണ്ട് ഓഫ് സ്ട്രെസ് ഫോർ ഷോർട്ട് ടേം ഇസ് ആക്ച്വലി ഗുഡ്. പക്ഷെ ആ സ്ട്രെസ്സിനെ നമ്മൾ സഫർ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ അലൗ ചെയ്താലാണ് ക്രോണിക് സ്ട്രെസ്. അതിനെ നമ്മൾ ആ സമയത്ത് ഡീൽ ചെയ്യേണ്ട സമയത്ത് ഡീൽ ചെയ്യാതെ അതിനെ നമ്മളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്
പല ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. ഹാർട്ട് ഇഷ്യൂസ് വരാം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ അസുഖങ്ങൾ വരാം, സൈക്കാട്രിക് ഇഷ്യൂസ് വരാം, റിപ്രൊഡക്റ്റീവ് ഫെർട്ടിലിറ്റി കുറയാം, ഗ്യാസ് പ്രോബ്ലംസ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അൾസേഴ്സ്, അങ്ങനത്തെ അസുഖങ്ങൾ വരാം. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സയന്റിഫിക്കലി പറയുന്ന 2-3 പോയിന്റ്സ് മാത്രം ഞാൻ ഈ ഒരു ക്ലാസ്സിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഒന്ന്, നേച്ചർ ഹീൽസ്. ഇഫ് യു ക്യാൻ സീ എവിടെയെങ്കിലും ഒരു ഗ്രീൻ സ്പേസ് ഉണ്ട്, സൈലന്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെന്നാണെങ്കിൽ 20 മിനിറ്റ് മാറിയിരിക്കുക. കോർട്ടിസോൾ ലെവൽസ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ലാഫ്റ്റർ തെറപ്പി, നിങ്ങൾ തന്നെ ഇരുന്ന് ചിരിക്കാനല്ല പറയുന്നത്, അടുത്തുള്ള ഒരു ഫാമിലി, ഒരു ഫ്രണ്ട് ഉണ്ട് ഹൂ ക്യാൻ മേക്ക് യു ഫീൽ ലൈറ്റർ, സന്തോഷമായിട്ട് ഫീൽ ചെയ്യാനായിട്ട്, ഹാപ്പി ആയിട്ട് ചിരിക്കാൻ, തമാശ പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി ഒരു 10-15 മിനിറ്റ് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും, ബ്ലഡ് പ്രഷർ ഒക്കെ കുറയും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ്. ഫോൺ തന്നെ പലപ്പോഴും പല മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന് കോസ് ആക്കുന്നുണ്ട്. ഫോൺ മാറ്റി വെക്കാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കാം ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ അതിൽ ഇൻഡൾജ് ചെയ്യാം. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഒരു ബൈബിൾ വേഴ്സസ് അതിനകത്ത് ഞാൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പല കാര്യങ്ങൾ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, ഞാൻ ഫിസിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, മെന്റൽ കാര്യങ്ങൾ പറഞ്ഞു. ഒരാള് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ സ്പിരിച്വൽ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ജോയ്ഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ, ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. അതുകൊണ്ട് അസുഖം വരാതിരിക്കാൻ പലപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇടണം. ആൻഡ് ബിഫോർ ഐ ഫിനിഷ് ദ ക്ലാസ്, ഇപ്പൊ നമ്മൾ ഈ ഡിസീസസിനെ പറ്റി അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസീസ് സ്ക്രീനിങ്. അസുഖം നമ്മളുടെ ഇടയിൽ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അതിനെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കണം. അതിനാണ് ഈ ഹെൽത്ത് ചെക്കപ്സും അങ്ങനത്തെ പല കാര്യങ്ങളും. നമ്മൾ ക്യാമ്പ് നടത്തിയും അസുഖം വരുന്നതിന് അറിയുന്നതിന് സിംറ്റംസ് പുറത്ത് വരുന്ന മുമ്പ് തന്നെ നമ്മൾ പുറത്ത് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് അവരിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുന്ന കൊണ്ടുള്ള ബെനിഫിറ്റ് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നു. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോൾ ആ ഡിസീസിന്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ ഔട്ട്കം ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് സ്ക്രീനിങ് ചെയ്യേണ്ടത്? ഒന്ന്, പ്രഷറിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ആക്ച്വലി പണ്ടൊക്കെ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യണം എന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ 30 വയസ്സാണ്. 30 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും എല്ലാ വർഷം ഒരു പ്രാവശ്യമെങ്കിലും പ്രഷർ എത്രയാണ് ഒന്ന് ചെക്ക് ചെയ്യണം, പ്രഷർ ഇല്ലാത്തവർ. അതുപോലെ ഷുഗർ ഇല്ലാത്തവർ വർഷത്തിൽ ഒന്ന് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടെസ്റ്റ് എങ്കിലും ചെയ്യണം. പിന്നെ ഉള്ളത് ക്യാൻസർ സ്ക്രീനിങ്. 30 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ എല്ലാ 5 വർഷം ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറിന് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടുള്ള സ്ക്രീനിങ്. ഓറൽ, വായിലൊരു ഡെന്റിസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് 5 വർഷം കൂടുമ്പോൾ. ഓറൽ എസ്പെഷ്യലി ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർ, സ്മോക്കിങ്ങോ അങ്ങനത്തെ ഹാബിറ്റ് ഉള്ള ആൾക്കാർ. പിന്നെ സ്ത്രീകളാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടോയെന്ന് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എല്ലാ 5 വർഷം കൂടുമ്പോൾ സ്ക്രീൻ ചെയ്യണം. ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഹെൽത്തി ഏജിങ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് പ്രായമായ അസുഖമായി നമ്മൾ വീട്ടിലിരിക്കുന്നു, അങ്ങനത്തെ പല കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യുന്നത്, ഞങ്ങൾ പ്രിവെന്റീവ് മെഡിസിൻകാരൊക്കെ ട്രൈ ചെയ്യുന്നത്, അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇന്റർവീൻ ചെയ്ത് ആ ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ കൂട്ടാനാണ് നോക്കുന്നത്. അതിന് ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻസസും അതുപോലെ തന്നെ സ്ക്രീനിങ്ങും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ പുവർ ഹെൽത്തിനുള്ളത് ആദ്യത്തെ മുകളിൽ നോക്കുവാണെങ്കിൽ ആ ബ്ലാക്ക് കാണുന്നത് കൂടുതൽ ടൈം അവർ പുവർ ഹെൽത്തിലാണ്. പക്ഷെ നമ്മുടെ ആംബിഷൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്റർവീൻ ചെയ്യുമ്പോൾ ആ അവസാനം മാത്രമേ അവർ പുവർ ഹെൽത്തിലേക്ക് വരുന്നുള്ളൂ. അതിന് 5 പില്ലേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്ന്, ഫിസിക്കൽ ആക്ടിവിറ്റി, റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി. മോഡറേറ്റ് ആക്ടിവിറ്റി ആണെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. സിമ്പിൾ വാക്കിംഗ് ആണെങ്കിൽ പോലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ഫ്രഷ് പ്രൊഡ്യൂസ് ആയിട്ടുള്ള ഗ്രെയിൻസും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. ആവശ്യത്തിന് ഹൈഡ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉറക്കം 7 മണിക്കൂറെങ്കിലും ഉണ്ടെന്ന്. റെഗുലർ ആയിട്ടുള്ള ഉറക്കത്തിന്റെ റുട്ടീൻ, ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേക്കാൻ നോക്കുക. ബ്രെയിൻ സ്റ്റിമുലേഷൻ, പ്രായമാകുമ്പോൾ ഇപ്പൊ ഡിമെൻഷ്യ അങ്ങനത്തെ പല അസുഖങ്ങളും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം. ഇപ്പൊ റീഡ്, ലേൺ ആൻഡ് പ്രാക്ടീസ് ന്യൂ ആൻഡ് ലൈഫ് ലോങ് സ്കിൽസ് ഓൾ ത്രൂ യുവർ ലൈഫ്.
ആൻഡ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടാവണം. ബാക്കിയുള്ള ആൾക്കാരായിട്ട് സോഷ്യലായിട്ടും കണക്റ്റഡ് ആയിട്ടും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടേക്ക് ഹോം മെസ്സേജ് ആണ് ഹെൽത്ത് എന്നുള്ളത് ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ തന്നേക്കുന്നത്. 1 is ഹൈഡ്രേഷൻ, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, എക്സസൈസ് റെഗുലർലി അറ്റ്ലീസ്റ്റ് 30 minutes, അവോയ്ഡ് ജങ്ക് ഫുഡ് ആൻഡ് അഡിക്ഷൻസ് അങ്ങനത്തെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്സ് ലൈഫിൽ എടുക്കണം, സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യേണ്ട സമയത്ത് സ്ട്രെസ് മാനേജ്മെന്റിനുള്ളൊരു ബ്രേക്ക് കൊടുക്കുക, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടപ്പോൾ ഒരു ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ അതിന് ഹെൽപ്പ് സോർട്ട് ചെയ്ത് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ളൊരു ഹെൽത്ത് ചെക്കപ്പ് നമ്മളൊരു ഹാബിറ്റ് ആക്കുക. അസുഖം വന്ന് നോക്കുന്നതിനേക്കാളും നമ്മൾ അറിയുന്നതിന് മുമ്പ് പിക്ക് ചെയ്ത് ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവണം. ആസ് ഐ കൺക്ലൂഡ് ദ ക്ലാസ്, എനിക്കൊരു 7-day ചാലഞ്ച് ആണ് എല്ലാവർക്കും തരാനുള്ളത്. ജസ്റ്റ് ട്രൈ ഈ ക്ലാസ്സിന്റെ ഒരു ഭാഗം, ഇന്ന് ഈ 1 മണിക്കൂർ നമ്മൾ കേട്ടതിന്റെ ഒരു ഭാഗമായിട്ട് അടുത്ത 7 ദിവസം ഒന്നെങ്കിൽ നോ ഷുഗർ, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഞാൻ എന്തായാലും എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ 30 മിനിറ്റിനേക്കാളും കൂടുതൽ ഒരു സ്ക്രീൻ ടൈം ഉപയോഗിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഈ ക്ലാസ്സിന്റെ എൻഡിൽ എടുത്ത് ഒരു ചേഞ്ചിന് ലെറ്റ് ദിസ് ക്ലാസ് ബി എ ബിഗിനിങ്. താങ്ക് യു. ഇഫ് എനി ഡൗട്ട്സ് ഓർ എനിത്തിങ് പ്ലീസ് ലെറ്റ് മീ നോ. Thank you, Dr. Kelita. It was a wonderful class. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു.